ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും തന്നെ ഇന്നുവരെ പോങ്ങൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെയെന്നല്ല, കൂട്ടുകാരോട് പോലും ഈ വിഷയത്തിൽ പോങ്ങൻ ഒന്നും സംസാരിച്ചിട്ടില്ല, യാതൊന്നും പറഞ്ഞിട്ടില്ല. നാലാള് കേൾക്കെ പറയാൻ കൊള്ളാവുന്ന ഒരു വിഷയമാണോ കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിലും പോകുന്ന സംശയമുണ്ട്. പ്രതികരണ തൊഴിലാളി എന്ന നിലയിൽ തീർച്ചയായിട്ടും കുറച്ച് കാഴ്ചകൾ എനിക്ക് നേടിത്തരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ആഗോള അയ്യപ്പ സംഗമം. കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് അറിയാമായിരുന്നിട്ട് കൂടി ഞാൻ അതൊരു വിഷയമായിട്ട് എടുത്തില്ല. എനിക്ക് അതിൽ നിന്ന് കാഴ്ചകളൊന്നും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഒരു കോടതി വിധിയുടെ മറവിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ വൃത്തികേടുകളും ശബരിമലയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ശരണം വിളിക്കുന്നത് പോലും പാതകമാണെന്നുള്ള മട്ടിൽ അയ്യപ്പസ്വാമിമാർക്കെതിരെ കേസെടുത്തു. കോടതി പറഞ്ഞിട്ടില്ല ബലാത്കാരമായി അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന്. എന്നിട്ട് പോലും വിശ്വാസികളല്ലാത്ത അന്യമതസ്ഥരായിട്ടുള്ള സ്ത്രീകളെ വരെ പോലീസിന്റെ സംരക്ഷണയിൽ അവിടെ കയറ്റാൻ ശ്രമിച്ചു. കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വിശ്വാസികൾ വരില്ലല്ലോ. കാരണം വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾപ്പെടെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിയായിട്ടുള്ള സ്ത്രീ ശബരിമലയിൽ കയറാൻ വരില്ല. എന്നിട്ട് പോലും വിശ്വാസികളല്ലാത്ത അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അവിടെ വന്നപ്പോ പോലീസുകാർ അവർക്ക് സംരക്ഷണം കൊടുത്തു. പോലീസിന്റെ വസ്ത്രം കൊടുക്കുന്നു, പോലീസിന്റെ ഹെൽമറ്റ് കൊടുക്കുന്നു, അങ്ങനെ എല്ലാ നിലയിലുള്ള സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് അവരെ കടത്തിക്കൊണ്ടുപോയത്. അത് പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് പാതിരാത്രിയിൽ ഭഗവാൻ പോലും ഗാഠനിദ്രയിലായിരിക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകളെ, വിശ്വാസികളല്ലാത്ത അരാജകവാദികളായിട്ടുള്ള ദൈവനിന്ദകരായിട്ടുള്ള രണ്ട് സ്ത്രീകൾ സന്നിധാനത്തിലൂടെ പോലീസിന്റെ സംരക്ഷണയിൽ എലിപ്പാച്ചിൽ നടത്തുന്നു. അങ്ങനെ കോടതി വിധി നടപ്പിലാക്കാനും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മുഴുവൻ ഹിന്ദുക്കൾക്കെതിരെയോ വിശ്വാസികൾക്കെതിരെയോ ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രീണനം. ഹിന്ദുക്കളെയും ഹൈന്ദവ വിശ്വാസികളെയും ഒക്കെ തന്നെ അപമാനിച്ചുകൊണ്ട് സംഘടിത ബുദ്ധരായിട്ടുള്ള മതസ്ഥരുടെ വോട്ട് തട്ടാൻ വേണ്ടി, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള തെമ്മാടിത്തരങ്ങളായിരുന്നു ശബരിമലയ്ക്ക് നേരെ നടന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള അധികാരം നേടിയെടുക്കാൻ വേണ്ടി. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെല്ലാം കൊള്ളകൾ നടക്കുന്നുണ്ടാവും. അതൊക്കെ പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് എന്തുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം പോങ്ങന്റെ സംസാരത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയും ഞാൻ ഒന്നും സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യത്തിൽ അതിഭീകരമായിട്ടുള്ള ആക്ഷേപം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നേടുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അവർ പരിഹസിക്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ചിന്ത വന്നതുകൊണ്ടാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് തത്വമസി എന്ന് പറയാനായിട്ടുള്ള പരിശ്രമം നടത്തിയപ്പോൾ നാവ് പിശകിപ്പോയി. തത്വമതി എന്നൊക്കെയാണ് നാവ് പിഴച്ച ആ മനുഷ്യൻ പറഞ്ഞു പോയത്. അതിനെ എല്ലാവരും കൂടെ കളിയാക്കി. ഒന്നോർക്കണം, വൈരുദ്ധ്യാത്മക ഭൗതികവാദികളായിട്ടുള്ള മനുഷ്യരാണ്. അവർക്കിതൊന്നും അറിയില്ല. അപ്പൊ അവർ തത്വമസിയിലേക്ക് തെളിച്ച നാവ് തത്വമതിയും ഒക്കെ കടന്ന് തത്വമസിയിൽ അവസാനം എത്തി. ശരണവും വിളിച്ചു. സന്തോഷം, നല്ലത്, ഗുണമേ വരൂ, ആയിക്കോട്ടെ. രണ്ടാമത്തെ പരിഹാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് വന്നു എന്നുള്ളതാണ് മറ്റൊരു പരിഹാസം. ചുമ്മാ കളിയാക്കൽ. പാച്ചുവും ഗോപാലനും വന്നു എന്നുള്ള മട്ടിലേക്ക് ഒരു കളിയാക്കൽ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ 10 മിനിറ്റോളം കാത്തു നിന്നുകൊണ്ട് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെ കയറ്റിക്കൊണ്ടുപോയ കാര്യം വലിയ അമ്പരപ്പോടുകൂടി, വലിയ പ്രാധാന്യത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി, അഭിമാനത്തോടുകൂടി ഇവിടെ നമ്മളിൽ പലരും സംസാരിച്ചിരുന്നു. കാരണം റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ 1.5 പതിറ്റാണ്ടിന് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള വളർച്ചയാണ് ഭാരതം നേടിയെടുത്തത്. സൈനികമായി നേടി, സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിച്ചു, സാമൂഹ്യമായി ധാരാളം ഉയർച്ചകൾ സമ്പാദിച്ചു. അങ്ങനെ എല്ലാ നിലയിലും അവഗണിക്കാൻ കഴിയാത്തത്ര വലിയ ശക്തിയായി ഭാരതം മാറുകയാണ്. എല്ലാ രാഷ്ട്ര തലവന്മാരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധവും ശ്രീ നരേന്ദ്രമോദി സൂക്ഷിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയും സ്വീകാര്യനായിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ സ്വാഭാവിക വിശ്വഗുരു എന്ന് പറയുന്ന ഒരു തോന്നൽ വ്ളാഡിമിർ പുടിന്റെ ഉള്ളിൽ പോലും വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ പ്രാധാന്യം, ആ വില കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ വ്ളാഡിമിർ പുടിനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ വിശ്വഗുരുവായി കാണുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെയാണ്. അതിനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെയാണോ അതേപോലെ ആയിരിക്കാം CPM-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം SNDP-യുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ അവരവരുടേതായിട്ടുള്ള മഹത്വത്തിന്റെയും അവരവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുടെയും സൈദ്ധാന്തിക സാമർഥ്യത്തിന്റെയും ഒക്കെ പേരിൽ അവരവർക്ക് ഇണങ്ങുന്ന നിലയിലുള്ള സൗഹൃദങ്ങൾ തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. വ്ളാഡിമിർ പുടിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ സൗഹൃദം സമ്പാദിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ വ്ളാഡിമിർ പുടിനായിട്ടുള്ള പിണറായി വിജയന് അദ്ദേഹത്തിന്റെ കൊക്കിനിണങ്ങുന്ന തരത്തിലുള്ളൊരു സൗഹൃദം അദ്ദേഹം കൊത്തിയെടുത്തു. അതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, വിശ്വഗുരു. അതിലെന്താണ് ഇത്രമാത്രം അധിക്ഷേപിക്കാനിരിക്കുന്നത്? ആ ഇരട്ടത്താപ്പ് നല്ലതല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്, പ്രധാനമായിട്ട് സംഘികളോട്.
തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയുടെ മഹത്വം ഒന്നുകൂടി ഉയർന്നു. അതായത് കേരളത്തിന്റെ വ്ളാഡിമിർ പുടിനായിട്ടുള്ള പിണറായി വിജയനോടൊപ്പം വിശ്വഗുരുവായിട്ടുള്ള നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ജി വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും അയ്യപ്പസ്വാമിയുടെ മഹത്വം, അയ്യപ്പസ്വാമിയുടെ ആ ഒരു കീർത്തി ഒന്നുകൂടി അങ്ങോട്ടേക്ക് ഉയർന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഇതിനൊന്നും വലിയ ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ പക്ഷം. സ്വാമിയേ ശരണമയ്യപ്പ.